മതി. എന്താ അവസാനം എനിക്ക് ഇവിടെ എണീക്കാൻ പറ്റാതാവും. അത് സാരല്ല, ഞാൻ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തിക്കോളാം. എന്നിട്ട് ഉണ്ണാറാകുമ്പോ എഴുന്നേറ്റ് വന്നാ മതി. എന്നാ പിന്നെ കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ പിന്നെ ഊണും കഴിഞ്ഞ് എണീക്കല്ലോ. ഇങ്ങനെ 3 നേരം ഇറച്ചി മാത്രം കഴിക്കാൻ തുടങ്ങിയാലേ എന്റെ കാര്യം ഒരു പരുവത്തിലാവും. അപ്പൊ കഥയിലെ സണ്ണിക്കൂട്ടിന് അപ്പനെ പോലെയുണ്ടെന്ന് നീ തന്നെ പറയും. എനിക്ക് വേണ്ടെന്ന്. എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. കഷ്ടം. എന്താണ് ഇത്ര കളിക്കാൻ? അടുക്കളയിലുണ്ട്. ഏലമോ എന്നാ കുന്തം, എനിക്ക് കൂപ്പലേലത്തിന് പോണം. ആ ജീപ്പ് ഒന്ന് കഴുകിയിട്ടിട്ടില്ല. പൈലി എവിടെ പോയി? നിന്റെ അപ്പന്റെ ശവടക്കിന് അവൻ തോട്ടത്തിൽ പോയിരിക്കല്ലോടി. പിന്നെ ഞാൻ കഴുകണോ ജീപ്പ്? വേണ്ട, 3 നേരം മൂക്കറ്റ കേട്ടിട്ട് ഇവിടെ തന്നെ കിടന്നോ. നിന്റെയൊക്കെ വയറ് നിറയ്ക്കാൻ ഒരുത്തനിവിടെ ഓടി നടക്കുന്നുണ്ടല്ലോ. അയ്യേ, നീ എന്നതാ മോനെ കാണിക്കുന്നേ? ഞാൻ ആ വേലക്കാരി പെണ്ണിനോട് പറയായിരുന്നല്ലോ. ഹേയ്, സാരമില്ല. വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് നല്ലതല്ലേ? ആലീസേ, ഞാൻ കൂടെ കൂടാം. വേണ്ടായിരുന്നു. ഈ അപ്പച്ചൻ ഇപ്പൊ ഇത് കഴുകാതങ്ങ് പോയാലെന്താ? അരമനെ തിരുമേനെ കാണാൻ പോവാണല്ലോ. വരുന്നു അപ്പച്ച. ഓയിലും വെള്ളമൊക്കെ നോക്കിയോ? എടുത്ത് മാറ്റ. മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആലീസ് ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. വാടി ഇങ്ങോട്ടിരിക്കേ. അമ്മച്ചി, ഇത്തിരി ജീരവെള്ളം എടുത്തേ. നീ എന്താ ഒന്നും കഴിക്കാത്ത? ആ ചിക്കൻ എടുത്തേ. കഴിക്കാം. അപ്പച്ചാ, ആ ചിക്കൻ 2 പീസ് എടുത്ത് കൊടുത്തേ. അന്ന് ധൃതി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് തൊട്ടിട്ട് പറയുമായിരുന്നു, ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണമെന്ന്. അതെ അതെ. അപ്പച്ചാ, ആ ചറൊന്നെടുത്തേ. അയ്യോ, അവിടെയല്ലേ, ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ. അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്നാ. ഏയ്, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ. എങ്ങനെ വളച്ചടാ നീ? ഇങ്ങനെ വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? ഏയ്, ഞങ്ങളെ കേസിന്റെ കാര്യം പറയാ. അതെ അതെ. അപ്പച്ച പ്രകാശിന് ചപ്പാത്തി എന്താന്ന് വെച്ചാൽ കൊടുക്കുന്നു. കഴിക്ക്. തീർന്നില്ല. എടി ആലീസേ, എന്നതാ? എടി ആ ജീപ്പിന്റെ കോലം കണ്ടില്ലേ? അതൊന്ന് കഴുകിയിടാൻ ഇവിടെ ആരുമില്ലേ? അപ്പച്ചന് രാവിലെ സ്റ്റേഷനിൽ പോകാനുള്ള, ചിലപ്പോ ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് കയറേണ്ടി വരും. നീയൊക്കെ 3 നേരം ഞണ്ണിക്കൊണ്ട് ഇവിടെ കിടന്നോ. വല്ലപ്പോഴും ഇത്തിരി ജോലി ഒന്നും വിചാരിച്ചേ ഉരുകി ഒലിക്കത്തൊന്നുമില്ല.
അയ്യോ ഞാൻ കഴിയിടുമായിരുന്നല്ലോ. വേണ്ട, എനിക്ക് വണ്ടിയൊക്കെ കഴിയാൻ അറിയാം. ഞാൻ അങ്ങനെയൊക്കെയാ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. അപ്പച്ചൻ റെഡിയായി നമുക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ മറക്കരുതേ. അല്ല അപ്പച്ചൻ ഭയങ്കര മറവിക്കാരൻ, അതുകൊണ്ടാ. ആരാന്നറിയോ? പാപ്പച്ചൻ കുഞ്ഞുമാണിയുടെ കൈവിട്ടിവനാ. ഇവനെ വിട്ടോ, പരോളിലായിരിക്കും. എനിക്കൊരു കാര്യം അറിയണം. എന്റെ ഭാര്യയും പിള്ളേരോടെ നിങ്ങളുടെ വസ്തുവില് വടക്കേക്കുന്നും ചിലവിൽ അവർ താമസിച്ചിരുന്ന ഒരു കൂര ഉണ്ടായിരുന്നു. അതവിടെ നിന്റെ ഭാര്യ പോയപ്പോ അത് പിന്നീട് അങ്ങ് ദ്രവിച്ചു വീഴുകയായിരുന്നു. മുതലാളി, നിങ്ങളുടെ ചോറുണ്ട കാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാ പാപ്പച്ചൻ. കാട്ടിപ്പറമ്പി കുഞ്ഞുമാണിയുടെ കൈ വെട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു. പോലീസ് കൊണ്ടുപോകുമ്പോ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, എന്റെ മേരിയും പിള്ളേരും പട്ടിണിയാവരുതെന്ന്. എന്നിട്ട് അവരെവിടെ? കുടികിടപ്പ് കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച് നിങ്ങൾ അവരെ ഇറക്കി വിട്ടു. നിങ്ങൾക്കറിയോ, പട്ടിണി കിടന്ന എന്റെ മോള് മരിച്ചത്. പാപ്പച്ചൻ സമാധാനിക്കും. ഇപ്പൊ പോ. ഞാൻ പോവാം. എന്റെ ഭാര്യ എവിടെയാണെന്ന് എനിക്കറിയണം. എന്നിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ കാണാം. അയാൾക്കും കുടുംബത്തിനും വേണ്ട ചെയ്തു കൊടുത്തൂടെ? എന്നാടി നോക്കുന്നേ? അല്ല, പതിവില്ലാത്ത ഓരോരോ കാഴ്ച കണ്ടു നോക്കിയതാ. ഇതെന്നാ പറ്റി? പതിവൊക്കെ കുറേശ്ശെ തെറ്റി വരികയല്ലേ. കഞ്ഞി വിളമ്പട്ടെ? ജോറിയുട്ടി എന്തിയേ? അവൻ മേളിൽ കാണും. എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കണം. എങ്ങും പോകരുതെന്ന് പറഞ്ഞാല്. കഞ്ഞി വന്നിട്ട് മതി. എങ്ങോട്ടാ കാലത്തെ? പാപ്പച്ചനോടും കുടുംബത്തോടും ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം.